കേരളത്തിലെ ഒരു വലിയ വ്യവസായിയും അതുപോലെ തന്നെ 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും കൂടിയാണ് കിറ്റക്സ് സാബു എന്നറിയപ്പെടുന്ന സാബു സർ. അപ്പോൾ അദ്ദേഹവും ഞാനുമായിട്ട് നല്ല പരിചയമുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ചു കൊണ്ടൊരു വീഡിയോയിൽ സംസാരിക്കുന്നത്, ഒരു ഡിബേറ്റിൽ സംസാരിക്കുന്നത് കണ്ട് അദ്ദേഹം എന്നെ വിളിക്കുകയും എന്നോട് ബന്ധപ്പെടുകയും കാണണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ കണ്ടിരുന്നു. ഈ ഇലക്ഷന് ഏതാണ്ട് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഞാൻ വീണ്ടും മറ്റു ചില ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ ചെറുതല്ലാത്തൊരു പരിചയം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഏറ്റവും ആദ്യമേ തന്നെ പറഞ്ഞു നോക്കട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റെസ്പെക്റ്റോടുകൂടി തന്നെ ചില വിമർശനങ്ങൾ ഉന്നയിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 2020 ഈ അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടുള്ള നിരവധി സ്ഥാനാർത്ഥികളാണ്. ആ സ്ഥാനാർത്ഥികളിൽ ചിലതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്കത് പറയാതെ വയ്യ. കാരണം രാഷ്ട്രീയമായി ഇതെന്ത് തമാശയാണ്, എന്ത് കോമഡിയാണ് 2020 പാർട്ടിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് സംശയം തോന്നും. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവരുടെ ചരിത്രം കൂടി നമുക്കറിയണമല്ലോ. കാരണം കഴിഞ്ഞതിന് തൊട്ട് മുമ്പ് വരെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ 2020 തിരിച്ചടിയേറ്റിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും അവർക്കൊരു രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കുകയും BJPയേക്കാൾ കൂടുതൽ വോട്ട് നേടുകയും ചെയ്തു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കിട്ടിയുള്ളൂ. പക്ഷേ എന്നിട്ട് പോലും 13.8% വോട്ടുകൾ ആ നിയോജക മണ്ഡലങ്ങളിൽ നേടാൻ കഴിഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ആ നിയോജക മണ്ഡലങ്ങളിൽ പലതിൻ്റെയും ഒരു ആര് ജയിക്കണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ശക്തിയായി 2020 വളരും എന്ന് നമ്മളെ തോന്നിപ്പിച്ച ഒരു ഇലക്ഷനായിരുന്നു കഴിഞ്ഞു പോയത്. അതിൽ തന്നെ കുന്നത്തുനാട് അവർ വലിയ രീതിയിൽ വോട്ട് പിടിച്ചു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രതീക്ഷ ഉണർത്തുകയും കേരളത്തിൽ അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണം കിഴക്കമ്പലത്ത് കാഴ്ചവെക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും 2020 എന്ന് പറയുന്നത്. പക്ഷേ ഈ അടുത്തിടെ അവർ ചെന്നിട്ട് NDAയിൽ ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ അത് അവരുടെ ബേസിൽ തന്നെ, അവരുടെ വോട്ട് ബേസിൽ തന്നെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പഞ്ചായത്തുകളിലും അവർക്ക് തിരിച്ചടിയേറ്റിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും അവരെ എതിർത്തിരുന്നത് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടിയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ കാണണം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇമേജ് ഉണ്ടായി നിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിലാണ് NDAയിലേക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കിറ്റക്സ് സാബു ലയിക്കുന്നത്. കാരണം അതിൻ്റെ ഏക നേതാവ് അദ്ദേഹമാണ് അതിൻ്റെ ഉടമ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണത്. അപ്പോൾ കിറ്റക്സ് സാബു എന്ന് ലയിച്ചതിന് ശേഷം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കിറ്റക്സ് സാബു ചോദിക്കുന്ന അത്രയും സീറ്റുകളാണ് BJP അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെ എന്നെ ഏറ്റവും ആദ്യമേ തന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഇപ്പം തന്നെ ഏതാണ്ട് 13 സീറ്റുകളിലേക്ക് അവർ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചത് കൂടാതെ യഥാർത്ഥത്തിൽ അവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ തന്നെ വലിയ പ്രത്യേകത ഉള്ളതാണ്. കാരണം അദ്ദേഹം ഏതാണ്ട് ഒരു ബിഗ് ബോസ് ഷോയാണോ നടത്തുന്നത് എന്നുള്ള സംശയം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇതിൽ മത്സരിക്കുന്ന പലരും തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ചില ആളുകളാണ് എന്നുള്ളത് പറയാതെ വയ്യ. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അവർ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ്. അല്ലാതെ അവർക്ക് രാഷ്ട്രീയമായിട്ട് വേണ്ടത്ര പരിചയമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും ധാരണകൾ ഉള്ളതായിട്ടോ പോലും നമുക്കറിയില്ല. അവർ യഥാർത്ഥത്തിൽ പെരുമ്പാവൂരിൽ അവരെ സ്ഥാനാർത്ഥിയാക്കി പെരുമ്പാവൂരിൽ റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചു. റോഡ് ഷോയ്ക്ക് കേന്ദ്രമന്ത്രിയൊക്കെ വന്നു. റോഡ് ഷോ ഒക്കെ പൊടിപൊടിച്ചു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി ഇല്ലാത്ത വളരെ വിചിത്രമായിട്ടുള്ള ഒരു റോഡ് ഷോ ആയിരുന്നു അത്. കാരണം സ്ഥാനാർത്ഥി ഇല്ലാത്തതിൻ്റെ കാര്യം ഈ റോഡ് ഷോയ്ക്ക് വരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്മിപ്രിയ നേരെ മനസ്സിലാക്കുന്നത് തനിക്ക് വോട്ടില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ അവർ വേറെ എവിടെയൊക്കെയോ വോട്ട് ചെയ്തിരുന്നു എന്നോ എന്നിട്ട് വോട്ട് കാണാതെ പോയിരുന്നോ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഒരു വിദണ്ഡവാദങ്ങളാണ്. ഇവരെപ്പോലെ ആളുകളെ എങ്ങനെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത് തന്നെ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഇത് ബിഗ് ബോസ് ഷോ അല്ലല്ലോ, ഇത് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലുമല്ല, കുറേ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൽ BJP ഇതെങ്ങനെയാണ് പെർമിറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു അത്ഭുതമാണ്. കിറ്റക്സ് സാബുവിനെ പോലുള്ള ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇവർക്ക് വോട്ടില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. ഇനി പോട്ടെ, ഒരു അബദ്ധം പറ്റിയതായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അടുത്ത ദിവസം വീണ്ടും അടുത്ത വാർത്ത വരുന്നു. കാരണം ഇവരുടെ അടുത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു വീണ നായർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി. അവരിതുപോലെ ബിഗ് ബോസിലുണ്ടായിരുന്നതാണ്. ഈ ലക്ഷ്മിപ്രിയയൊക്കെ ബിഗ് ബോസിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ബിഗ് ബോസാണ് പുള്ളിയുടെ ഈ പറയുന്ന റിക്രൂട്ടിംഗ് ഏജൻസി. അപ്പോൾ അത്തരത്തിൽ വീണ നായരെ ചെയ്തു ഏറ്റുമാനൂരിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അതായത് VN വാസവനൊക്കെ ജയിക്കുന്ന ഏറ്റുമാനൂരിൽ ഇത്തവണ നമുക്കെല്ലാം അറിയുന്നത് പോലെ നാട്ടകം സുരേഷ് DC പ്രസിഡൻ്റായിരുന്ന നാട്ടകം സുരേഷ് കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ വീണ നായരെയാണ് തീരുമാനിച്ചത്. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ്
വീണ നായർക്കും വോട്ടില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി കൂടി വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്ന് നമുക്കറിയില്ല. എന്നിട്ട് അവർ പറയുന്നത് വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ചങ്ങനാശ്ശേരിയിലോ എവിടെയും കണ്ട് പോയി വോട്ട് ചെയ്തതാണ്, പക്ഷേ പിന്നെ വോട്ട് കാണാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ വോട്ടുകൾ എന്തായിരിക്കും, വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണോ നഷ്ടപ്പെട്ടതാണോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വല്ല സീരിയലിൻ്റെ ഭാഗമായിട്ടോ സിനിമയുടെ ഭാഗമായിട്ടോ വോട്ട് ചെയ്താണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വീട് എവിടെയാണെന്നൊക്കെ തന്നെ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ വീട് തന്നെ എവിടെയാണ് വോട്ട് എന്താണെന്നൊന്നും അറിയില്ല എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി മറ്റൊരാളെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് വളരെ പരിചയമുള്ള ഒരാളാണ്. അവരുടെ പേര് അഞ്ജലി നായർ എന്നാണ്. അവർ നമ്മൾ രാഷ്ട്രീയത്തിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ മികച്ച നടിയാണ്, വളരെ നന്നായി പെരുമാറാൻ കഴിയുന്ന ഒരാളാണ് നമുക്കറിയേണ്ടത്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ഒരു സ്ഥാനാർത്ഥിയാക്കാനും പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് സംശയമുള്ള ഒരാളാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൃശ്യം പോലെയുള്ള സിനിമകളിലൊക്കെ തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട്. തമിഴടക്കം നിരവധി ഭാഷകളിലെ സിനിമകളിലൊക്കെ തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട്. ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ കഴിവ് തെളിയിച്ച ഒരാളാണ് അഞ്ജലി നായർ. പക്ഷേ തൃപ്പൂണിത്തുറ പോലുള്ള മണ്ഡലത്തിലാണ് അവരെ കൊണ്ടുവന്നിട്ടേക്കുന്നത്. ഈ തൃപ്പൂണിത്തുറ പ്രത്യേകത എന്താണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരറിയണം. പ്രത്യേകിച്ചും ഇത് കേൾക്കുന്ന സംഘപരിവാർ BJP ബന്ധുക്കളൊക്കെ തന്നെ കേൾക്കണം. 2011 അവിടെ സാബു വർഗീസ് എന്ന് പറയുന്ന ഒരു BJP നേതാവ് മത്സരിക്കുമ്പോൾ അവിടെ 4942 വോട്ടാണ് BJPക്ക് ആകേണ്ടായിരുന്നത്. 2017 എത്തിയപ്പോഴത്തേക്കും തുറവൂർ വിശ്വംഭരൻ എന്ന് പറയുന്നത് ഒരു അധ്യാപകരാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് 29,843 വോട്ട് കിട്ടി. അത് കഴിഞ്ഞ് 2021 KS രാധാകൃഷ്ണൻ പോയി മത്സരിച്ചിരുന്നു. അന്നേരം 23,756 വോട്ടുകളാണ് കിട്ടിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മത്സരിക്കുകയും അവിടെ താരതമ്യേന കുഴപ്പമില്ലാത്ത രീതിയിൽ BJP വോട്ട് പിടിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ അറിയേണ്ടത് അഞ്ജലി നായരെ കൊണ്ട് ഇടുന്നതെന്ന് നിങ്ങൾ അതൊന്നും ആലോചിക്കണോണ്ട. അപ്പോൾ ഇത് എന്താണ് സാബു ഉദ്ദേശിക്കുന്നത്, സാബു ഈ പറയുന്ന പോലെ തമാശയാക്കണേണ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. പക്ഷേ എന്താണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള സ്ഥലത്താണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. അതായത് 53 മുനിസിപ്പാലിറ്റിയിൽ 21 പേർ NDA എന്നാണ്, LDF നിന്ന് 20 പേരാണ്, UDF നിന്ന് 12 പേരാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ മുന്നണി എന്ന് പറയുന്നത് NDA ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന അതിപ്രധാനമായിട്ടുള്ളൊരു മണ്ഡലമാണ്. ഇനി ലോക്സഭ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തൃപ്പൂണിത്തുറയിൽ NDAക്ക് BJP ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഹൈബിയുടെ മത്സരിക്കുമ്പോൾ 69,661 വോട്ടുണ്ട് ഈ 2024. CPMന് 37,696 വോട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 49% കോൺഗ്രസിനുണ്ട്. അതുപോലെ തന്നെ 26% മാത്രമേ CPMനൊക്കെ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ ലോക്സഭയിലെ കാര്യം നമുക്കറിയാമല്ലോ. BJPക്ക് അവിടെ 19.5% വോട്ടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ 27,951 വോട്ട് കഴിഞ്ഞ ലോക്സഭയിൽ പിടിച്ചിട്ടുണ്ട്. അതായത് അവരുടെ കേരളത്തിൽ തന്നെ അവർ പിടിച്ചത് 19% വോട്ടാണ്. അതേപോലെയുള്ള പീക്കായ വോട്ട് പിടിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്ന് ആലോചിക്കണം. അവിടെയാണ് ഈ പറയുന്ന പോലെ ഒന്ന് കിറ്റക് സാബുവിനെ അങ്ങോട്ട് കൂളായിട്ട് എടുത്ത് കൊടുത്തത്. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിച്ചത് കിറ്റക് സാബു തന്നെ വന്ന് മത്സരിക്കുകയാണെങ്കിൽ വലിയൊരു മത്സരം കാഴ്ചവെക്കുമെന്നാണ്. അവിടേക്കാണ് പൊടുന്നനെ വളരെ വിചിത്രമായിട്ടുള്ള ഈ പറയുന്ന ഒരു സ്ഥാനാർത്ഥി വരുന്നത്. അത് അഞ്ജലി നായരാണ്. അവർ ഇതിനു മുമ്പ് രാഷ്ട്രീയം പറയുമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടെന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ വളരെ നന്നായി പെരുമാറുന്ന ഒരാളാണ്, നമുക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ നല്ല നടിയുമാണ്, അഭിനേത്രിയുമാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഇനി 2025 ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിലെ മൊത്തം, അതായത് തൃപ്പൂണിത്തുറ നിയമസഭയിലെ മൊത്തം പെർഫോമൻസ് നോക്കിയാൽ 54,662 വോട്ടുകൾ തൃപ്പൂണിത്തുറ നിയമസഭയിൽ UDFനാണ്. LDFന് 54,419 വോട്ടുകളുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, വെറും 243 വോട്ടിൻ്റെ നേട്ടം മാത്രമേ ആർക്കുള്ളൂ, ഈ പറയുന്ന UDFനുള്ളൂ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരു വേവുണ്ടായി, UDFന് അനുകൂലമായിട്ടുള്ള തരംഗമുണ്ടായി എന്ന് പറയുന്ന സമയത്ത് പോലും 243 വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ളൂ. അപ്പോഴാണ് NDA അവിടെ 27,640 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ എത്ര വോട്ടുകൾ പിടിക്കും എന്നുള്ളത് നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സഹായിക്കാൻ പോകുന്നത് ഏറ്റുമാനൂരിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ അത് LDFനെ സഹായിക്കും. തൃപ്പൂണിത്തുറയിലും അത് LDFിലേക്ക് ആ വോട്ടുകൾ പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇപ്പുറത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും ഏതാണ്ട് മാക്സിമം പിടിക്കാവുന്ന വോട്ടുകൾ UDF പിടിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അഞ്ജലി നായരെ മത്സരിപ്പിക്കുന്നത്. അത് എനിക്ക് അവരോട് വ്യക്തിപരമായി യാതൊരുവിധ ദേഷ്യമോ അല്ലെങ്കിൽ ഒരു കുഴപ്പമോ ഇല്ല. വളരെ നല്ല ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, രാഷ്ട്രീയമായി എങ്ങനെയാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരുന്നത് എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതും കണ്ട് നിർത്തിയില്ല സാബു. അതാണ് സാബു, കിറ്റക് സാബുവും അതുപോലെ തന്നെ 2020 ഇതുകൊണ്ട് നിർത്തിയില്ല, നമ്മളെ ചിരിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള മട്ടിലാണ്. കാരണം അങ്കമാലിയിൽ ഇവരുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കുന്നത് പ്രോമി കുര്യാക്കോസാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഞാൻ ഷോക്കഡായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ വയക്കത്തുള്ള ഒരു ഫ്രണ്ട് പറയുന്ന പോലെ
അങ്കോഷിയായി പോയി എന്ന് പറയും. അതായത് അൺകോൺഷ്യസ് ആയി പോകുന്നതിന് മമ്മൂട്ടിയുടെ സുഹൃത്ത് പറയുന്നത് അങ്കോഷിയായതാണ്. അതുപോലെ ഞാൻ അങ്കോഷിയായി പോയി. എന്ന് വെച്ചാൽ പ്രോമി കുര്യാക്കോസിനെ വിളിച്ച് എന്ത് ചെയ്താണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഇടപെടുന്ന ഒരാളാണ്. നമ്മുടെ നിത എന്ന് പറയുന്ന ഒരു നടിയുടെ ഹസ്ബൻഡാണ്. ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ തന്നെ ഇടപെടുന്ന, നമുക്ക് കണ്ടൊക്കെ ഇരിക്കാൻ തോന്നുന്ന, ഒരു വെളിപ്പൊക്കെ ആണെങ്കിലും ഒരു തമാശയൊക്കെ തോന്നുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെയാണ്, പ്രോമീനെയാണ് അവിടെ വളരെ മികച്ച കാൻഡിഡേറ്റ് ആയിട്ട് കിറ്റക്സ് സാബുവും അതുപോലെ 2020 കണ്ടെത്തിയത്. ഇനി ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഇതിനൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അഖിൽ മാരാരും മത്സരിക്കുന്നുണ്ട്. അഖിൽ മാരാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബിഗ് ബോസിൽ നിന്ന് വിന്നറായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വോട്ട് കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ഈ പറയുന്ന വെറുതെ കുറേ ആളുകൾ എന്ത് ചെയ്യും, ബിഗ് ബോസ് അവർ കൂടി ഉണ്ടാക്കുന്ന ഹൈപ്പൊക്കെ കൊണ്ടിട്ട് കുറച്ച് സോഷ്യൽ മീഡിയയിൽ ലൈക്കും, വെറുതെ ഈ പറയുന്ന പോലെ വായ്ത്താളവും, ഒരു കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാതെ വെറുതെ വാർത്തകളും ഒക്കെ പറയുന്ന ഒരാളായിട്ടാണ് അഖിൽ മാരാരെ വളരെ കൃത്യമായി നമ്മൾ കേരള സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത്. അഖിൽ മാരാർ ഈ പറയുന്ന KN ബാലഗോപാലിനെതിരെ അവിടെ പോയി മത്സരിക്കും കൊട്ടാരക്കരയിൽ എന്നൊക്കെയാണ് കേട്ടിരുന്നത്. പക്ഷേ കൊട്ടാരക്കരയിൽ അങ്ങനെ മത്സരിക്കാൻ പറ്റിയില്ല. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിനെ മത്സരിച്ച വ്യക്തി നേരെ എന്ത് ചെയ്തു, BJPയിലേക്ക് വന്നു. അപ്പോൾ ആ സ്ത്രീ വനിതയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. പിന്നെ കൂടാതെ നമുക്കറിയാം ഐഷ പോറ്റി എന്ത് ചെയ്തു, കോൺഗ്രസിലേക്ക് വന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും അതാണ്. അപ്പോൾ രണ്ട് സ്ഥാനാർത്ഥിയും നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നാണ് ഈ പറയുന്ന അഖിൽ മാരാരുള്ളത്. അതുകൊണ്ട് കിട്ടാതെ, അതുകൊണ്ട് അഖിൽ മാരാർ നേരെ പിറ്റേ ഒരു ദിവസം എന്ത് ചെയ്തു, 2020 ജോയിൻ ചെയ്തു. അങ്ങനെ 2020 നിന്ന് തൃക്കാക്കരയിൽ നിന്ന് വളരെ വിജയകരമായി തോൽക്കാൻ നോട്ട് ടൈമായിട്ടുള്ള വലിയ കടുത്ത മത്സരത്തിലേക്കായിരിക്കും അഖിൽ മാരാർ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നോട്ട് ജയിക്കുമോ എന്നുള്ള ഭയം എന്നെ വല്ലാതെ പിടികൂടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതെല്ലാം പോട്ടെ, അടുത്തത് കുന്നത്തുനാട് അവരുടെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മണ്ഡലമാണ്. വേണമെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ അവർ 42,000-ഓളം വോട്ടുകൾ പിടിച്ചൊരു മണ്ഡലമാണ്. 7,000 വോട്ടുകൾ BJP പിടിച്ചൊരു മണ്ഡലമാണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ ഏതാണ്ട് ഒരു 50,000-നടുത്ത് വോട്ട് അവർക്ക് മേടിക്കാൻ കഴിയുന്നൊരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ അത്ര പ്രതീക്ഷയില്ല. കാരണം BJPയിലേക്ക് NDAയുടെ ഒപ്പം ചേർന്നത് കൊണ്ട് തന്നെ വോട്ട് കുറയും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടെ എങ്കിൽ പോലും ഈ പറയുന്ന CPM കഴിഞ്ഞ തവണ ജയിച്ചത് ഏതാണ്ട് 52,000-ഓളം വരുന്ന വോട്ടുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ നേരിയൊരു മാർജിനേ ഉള്ളൂ. അവിടെ തന്നെ ഈ പറയുന്ന പോലെ പത്തനംതിട്ടയിൽ അടൂർ അങ്ങാണ്ട് ഉണ്ടായിരുന്ന ഒരു ബാബു ദിവാകരൻ എന്ന് പറയുന്ന ഒരു ആളെ കൊണ്ടുവന്നിട്ടാണ് അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ തവണ തന്നെ ക്രൈം ഓൺലൈനിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, കിറ്റക്സ് സാബു യഥാർത്ഥത്തിൽ ഇത് മതിയാക്കുന്നതിൻ്റെ ലക്ഷണമായിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടെത്തിയിരുന്നു ചാരി വെച്ചിട്ട് അവരോട് എടുത്തോളാൻ പറഞ്ഞിട്ട് ഓടിക്കളയാനുള്ള ശ്രമത്തിലാണോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. പിന്നെ തൃക്കരിപ്പൂരൊക്കെ തന്നെ ഇവർ രവി കുളങ്ങര, അതുപോലെ തന്നെ തിരുവമ്പാടിയിൽ, മറ്റൊരു ചാലക്കുടിയിൽ, കൊടുങ്ങല്ലൂരിൽ, ഇവിടെയൊക്കെ തന്നെ സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം സ്ഥാനാർത്ഥികൾ യഥാർത്ഥത്തിൽ ബിഗ് ബോസിൽ നിന്നല്ല എന്നുള്ളത് തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ഇതൊരു ബിഗ് ബോസ് ഷോയാക്കി മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. BJP 19.6% വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭയിൽ നേടിയിട്ടുള്ള ഒരു മണ്ഡലത്തെ എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ കൊടുങ്ങല്ലൂരൊക്കെ തന്നെ ഇവർ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ പറയുമ്പോൾ പോലും എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് യഥാർത്ഥത്തിൽ ഈ 2026 ഇലക്ഷൻ, ഈ 2026 ഇലക്ഷൻ ഒരു ബിഗ് ബോസ് കോമഡി ഷോ ആക്കാനുള്ള പരിശ്രമത്തിലാണോ എന്നുള്ളതാണ് എനിക്ക് കിറ്റക്സ് സാബുവിനോടും എൻ്റെ പ്രിയപ്പെട്ട സാബുവിനോടും, അദ്ദേഹത്തോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായ ദേഷ്യമോ ഇല്ല എന്ന് മാത്രമല്ല എനിക്ക് ബഹുമാനമൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ പിന്നിൽ ഇതൊരു വെറും തമാശ മാത്രമാവില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന NDAയിലെ സഖ്യകക്ഷികളും അതുപോലെ BJPയും ഒക്കെ ആയിട്ടുള്ള ഒരു ഡീലിലേക്ക് CPMO LDFO ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഈ തരം സ്ഥാനാർത്ഥികൾ ഇട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് തന്നെ തമാശയാക്കിക്കൊണ്ട്, ഇല്ലെ പപ്പു മറ്റേ സിനിമയിൽ ചോദിക്കുന്ന പോലെ തമാശയാക്കണമാണ് എന്ന് ചോദിക്കുന്ന പോലെ ജനങ്ങളെല്ലാം ചോദിക്കുകയും ആ വോട്ടുകൾ സ്വാഭാവികമായിട്ടും LDFയിലേക്ക് പോവുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മെച്ചത്തിൽ ഒരു 78 സീറ്റുകളിലേക്ക് LDF ഭരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ശരി, 2020 കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർക്ക് വലിയ പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് സാബു രാഷ്ട്രീയം നിർത്തി യഥാർത്ഥത്തിൽ ഇനി വീണ്ടും ബിസിനസ്സിലേക്ക് ഫുൾ ടൈമായി കോൺസെൻട്രേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് നല്ലത്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, എങ്കിൽ പോലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ ഇപ്പോൾ വേണ്ടെന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ പോലും വളരെ മാന്യമായി വേണ്ടെന്ന് വെക്കാമായിരുന്നു. അല്ലാതെ ഇതേപോലെയുള്ള കുറേ ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് ഇതുപോലെയുള്ള പരിപാടികൾ കാണിക്കരുത്. യഥാർത്ഥത്തിൽ 2026 തെരഞ്ഞെടുപ്പിൽ നമ്മളെ ചിരിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ചില കോമഡികളാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം തന്നെ വീണ നായരും അതുപോലെ തന്നെ ഈ പറയുന്ന
ലക്ഷ്മി പ്രിയയും ഒക്കെ തന്നെ റോഡ് ഷോയ്ക്ക് മുമ്പ് തന്നെ അവർ മുങ്ങിക്കളഞ്ഞു. പിന്നീട് അവർ പറയുന്ന അവരുടെ വോട്ട് ആരോ തട്ടിയെടുത്തു എന്നോ അവർ ചേർത്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമോ അതിന് മുമ്പത്തെ മാസമൊക്കെ അവർ വോട്ട് ചെയ്താണെന്ന് പറയുന്നുണ്ട്. മിക്കവാറും ഏതെങ്കിലും സിനിമയിലോ നാടകത്തിലോ ഒക്കെ പോയി വോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം അല്ലാതെ തെരഞ്ഞെടുപ്പ് നടക്കാത്ത സമയത്തൊക്കെ അവർ വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ വീട് എവിടെയാണ് വോട്ട് എവിടെയാണെന്നുള്ള കാര്യത്തിലൊന്നും ചിലർക്കൊന്നും വലിയ ധാരണകളില്ല. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള കോമഡികൾ കൂടി കലർന്ന വളരെ അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഈ 2006 നമ്മൾ കാണാനിരിക്കുന്നത്. ഇനി വേറെ ആരുടെയെങ്കിലും പത്രിക തള്ളിപ്പോകുമോ ഇല്ല എന്നൊക്കെയുള്ള സംശയം നമ്മളിത് കഴിയുമ്പോഴേക്കും കാണാം.